നമസ്കാരം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി, ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും വർക്ക് ചെയ്യുന്നു. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം, മഴക്കാലത്തിൽ കൂടെ നമ്മൾ തുടക്കമായിരിക്കുകയാണ്, അതിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തും പരിസരങ്ങളിലുമൊക്കെ നന്നായിട്ട് വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മഴക്കാലത്ത് രോഗികൾക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ നിരീക്ഷണത്തിൽ കണ്ടൊരു പ്രധാന കാര്യം, മലയാളികൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്, നമ്മൾ മഴയെ ഗൗനിക്കാറില്ല. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, മഴക്കാലത്ത് എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കരുതൽ, നമ്മൾ വീടിന് ചുറ്റുവാണെങ്കിലും നടക്കുകയോ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ തലയിൽ അധികം വെള്ളം വീഴാൻ നമ്മൾ ഇടവരുത്തരുത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇതിൽ നിന്നാണ് തൊണ്ടവേദന വന്നു അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവറിൻ്റെ തുടക്കം. ഇനി വൈറൽ ഫീവറിൻ്റെയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസിൻ്റെയും ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഇതുകൊണ്ട് ഞാൻ എൻ്റെ രോഗികളോട് പറഞ്ഞ് അത് പാലിച്ചവരൊക്കെ അവർക്ക് സ്ഥിരമായിട്ട് അവരത് ആ പ്രിക്കോഷൻസ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് സ്ഥായിയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ അലർജി രോഗങ്ങളാണ് മെയിൻ ഫീൽഡ്. ആസ്മ, കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന റിക്കറൻറ്റ് ബ്രോങ്കൈറ്റിസ്, റൈനൈറ്റിസ് അല്ലെങ്കിൽ ആസ്മ, അതോടനുബന്ധിച്ചുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസായ സെക്കൻഡറി ഇൻഫെക്ഷൻ, ന്യൂമോണിയ ഒക്കെയാണ്. ഈ മഴക്കാലത്ത് ഇതെല്ലാം വളരെയധികം കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഒരു തൊണ്ടവേദന വന്നു അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ വന്നു, അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി അങ്ങ് താഴോട്ട് പോകും. ഈ സമയത്ത് ആദ്യത്തെ പ്രോബ്ലം വൈറസിൽ കൂടെയാണ് വരുന്നെങ്കിൽ രണ്ടാമത് അതിനോടനുബന്ധിച്ച് ബാക്ടീരിയൽ ഇൻവേഷനും കൂടെ നമുക്ക് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരും. അങ്ങനെയാണ് ചിലർ പറയും ചുമ മാറുന്നില്ല ഡോക്ടറെ, അത് കഴിഞ്ഞിട്ട് പനിയും വല്ലാതായി, ആ കൂട്ടത്തിൽ മഞ്ഞ നിറത്തിലുള്ള കഫം വരാതെ, അപ്പോൾ ഇൻഫെക്ഷനായി. ഇതിനുവേണ്ടി ആശുപത്രി പോയാൽ പലർക്കും അഡ്മിറ്റ് ചെയ്ത് കിടക്കേണ്ടി വരാറുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ന്യൂമോണിയയിലേക്കുള്ള യാത്ര വളരെ ഫാസ്റ്റായിട്ടുണ്ടാകാറുണ്ട്. അതിൻ്റെ എല്ലാം തുടക്കം ഈ മഴ നനഞ്ഞ് തൊണ്ടവേദന വരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അതിനെ ശരിക്കും നമുക്ക് ഒരു വലിയ അളവ് വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. തല പ്രൊട്ടക്റ്റ് ചെയ്യുക, പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ക്യാപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു തുണി. ലേഡീസ് ആണെങ്കിൽ വീടിന് ചുറ്റുമൊക്കെ നടക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങളൊരു തുണി തലയിൽ വയ്ക്കുക. ദേഹത്ത് അല്പം വെള്ളം വീണുകൊണ്ട് ഒരു കുഴപ്പമില്ല. തല പ്രൊട്ടക്റ്റ് ചെയ്താൽ, ഞാനൊക്കെ എവിടെ ഇറങ്ങിയാലും, പ്രത്യേകിച്ച് എനിക്കും അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്ന ആളാണ്, വീട്ടിനകത്തും കാറിലും എല്ലാം ക്യാപ്പ് വെച്ചിരിക്കുകയാണ്. എവിടെ ഇറങ്ങിയാലും ഞാൻ ക്യാപ്പ് വെച്ചുകൊണ്ട് പുറത്തോട്ട് പോകാറുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ 6 മാസം നമുക്ക് മഴയാണ്. അത് വന്നും പോയും, പിന്നെ തുലാവർഷമായി, കാലവർഷമായി, ഇതെല്ലാം ആയിട്ട് ഇത്തവണ വേനൽ മഴയാണെങ്കിലും ധാരാളമായിട്ട് കേരളത്തിന് കിട്ടി. അതുകൊണ്ട് ഈ ഒരു പ്രിക്കോഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ അളവ് വരെ നമുക്ക് അതോട് അനുബന്ധിച്ചുണ്ടാകുന്ന ചെസ്റ്റ് ഇൻഫെക്ഷനും അല്ലെങ്കിൽ ടോൺസിലൈറ്റിസും ഫാരിഞ്ചൈറ്റിസും എല്ലാം ഒരു വലിയ അളവ് വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുട്ടികൾ, എൻ്റെ ചികിത്സയിൽ ഏതാണ്ടൊരു 1/3 കുട്ടികളുടെ കേസുകളാണ്. ഏതാണ്ട് ഒരു 1,00,000 പരം കുട്ടികളെ എൻ്റെ ഈ നീണ്ട സർവീസിൽ എനിക്ക് രക്ഷപ്പെടുത്തി വിടാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികളുടെ ആസ്മയിൽ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഇൻഹേലറോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഏതാണ്ട് 1 വർഷം നമ്മൾ ചിട്ടകൾ കൂടി കൃത്യമായിട്ട് പോവുക, ഭക്ഷണ രീതിയോടുകൂടി. അപ്പോൾ ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്ക് 1 വർഷത്തിൽ കഴിയുമ്പോൾ തന്നെ കടന്നു വരാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു, തൊണ്ടവേദന വന്നു, അതോടൊപ്പം നമ്മൾ ഭക്ഷണത്തിലും നിയന്ത്രണങ്ങളില്ലെങ്കിൽ, രാത്രിയിൽ കഞ്ഞി കുടിച്ചു, അല്ലെങ്കിൽ പാല് കുടിച്ചു, അല്ലെങ്കിൽ ബേക്കറി നന്നായിട്ട് കഴിച്ചു, ഇതെല്ലാം കൂടെ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കഫത്തിൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും വൈറസ് ഫീവറായിട്ട് തുടങ്ങിയത് അടുത്ത ലെവലായ ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്ക് മാറുകയും ആസ്മാറ്റിക് ടെൻഡൻസി ഉള്ളവർ ഉടനെ പിന്നെ ആസ്മാറ്റിക് ലെവലിലേക്ക് മാറുകയും ചെയ്യും. ഈ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ലങ്സിൽ ബാധിക്കുന്നതിനെയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ആ ബ്രോങ്കൈറ്റിസ് നമ്മൾ അന്നേരവും നിയന്ത്രിക്കുന്നില്ല, അന്നേരവും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല,
ഈ പറഞ്ഞ കഫം ഉണ്ടാക്കുന്ന ഫുഡും ബാക്കി കാര്യങ്ങളും കഴിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് അത് കടന്ന് അതാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. പലരും പേഷ്യൻസ് പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ പറയും ന്യൂമോണിയയുടെ ആരംഭമായിരുന്നു, ആൻറ്റിബയോട്ടിക് കൊടുത്തത് മാറിയെന്ന് പറയും. കാരണം ഈ സിവിയർ ബ്രോങ്കൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടാണ് ന്യൂമോണിയയിലേക്ക് 7, 8, 10 ന്യൂമോണിയ വന്ന കുട്ടികളെ പഴകിയ കേസുകളോട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് അവരോട് പറയുന്നത്, ഞാൻ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു പ്രാവശ്യം പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയില്ല, ന്യൂമോണിയയും ഉണ്ടാകുകയില്ല. അങ്ങനെ ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ ഇവരുടെ ഇമ്മ്യൂണിറ്റി നമ്മൾ റേസ് ചെയ്ത് ഇവരുടെ ലെവൽ ഓഫ് ഡിഫൻസ് ഭയങ്കരമായിട്ട് കൂടിക്കഴിയുമ്പോൾ പിന്നീടൊക്കെ ആണെങ്കിൽ ഇവർ ചെറിയ മഴ നനയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പക്ഷേ പ്രായമായവർ, മുതിർന്നവർ, പ്രത്യേകിച്ച് മുതിർന്നവർക്കും സ്ഥിരമായിട്ട് ഈ ശ്വാസകോശ രോഗമുള്ളവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, നിങ്ങളും വളരെയധികം കെയർ എടുക്കണം. ഈ ഒരു കാര്യത്തിൽ കെയർ എടുത്താൽ തന്നെയുണ്ട് ഈ മഴക്കാലം കഴിയുന്നതിന് വരെ അവർക്ക് 50-60% അവരുടെ ഈ ഒരൊറ്റ ഹെഡ് പ്രൊട്ടക്ഷൻ കൊണ്ട് തന്നെ അവരെ അടുത്ത സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷനിലേക്ക് പോകാതെ അവരെ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ പറ്റും. ഞാൻ പറയും, കുടയുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വലിയ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലൗഡ് ബേഴ്സ്റ്റ് പോലത്തെ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്, അതിതീവ്ര മഴ. അപ്പം അതിന് കുടയുണ്ടെങ്കിലും നമുക്ക് തലയിൽ വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഒരു തുണി തലയിൽ കെട്ടുന്നത് വളരെ നല്ലതാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സും അവരൊക്കെ നടക്കുന്ന ഇന്ന് ഞാൻ ഓർക്കുന്നു, തലയിൽ ഒരു കെട്ട്, ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു മുണ്ടൊക്കെ തലയിൽ കെട്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. അത് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടായിരുന്നു. അവർ അതിവെളുപ്പിനെയൊക്കെ പുറത്തു പോകുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലല്ലേ, അന്നേരം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇവർ തല പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. അവർക്കെല്ലാം അവരുടെ ജനറേഷനിൽ കൂടി കിട്ടിയ അറിവിൽ കൂടി എങ്ങനെ ഒരു രോഗത്തിലേക്ക് വഴുതി വീഴാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ അവർക്കറിയാമായിരുന്നു. അങ്ങനെയാണ് ഇവരെല്ലാം ഒരു ഹെൽത്തി ലൈഫും അതോടുകൂടി ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ഹെൽത്തി ഡെത്തിലേക്കും അവർക്ക് പോകുവാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ പ്രിക്കോഷൻ നിങ്ങൾ എടുക്കുക. വരാൻ പോകുന്ന പല രോഗങ്ങളും കുടുംബത്തോടെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയും, എല്ലാ മെമ്പേഴ്സിനും ഒരു ക്യാപ്പ് വാങ്ങിച്ചു കൊടുക്കുക, തലയിൽ പ്രൊട്ടക്ഷൻ എടുക്കുക. വരാൻ പോകുന്ന പല രോഗങ്ങളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ വിഷയം, ഇന്നത്തെ ഈ സബ്ജക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ പകർത്തി കഴിഞ്ഞാൽ പല രോഗങ്ങളിൽ നിന്നുള്ള മുക്തി നിങ്ങൾക്ക് കിട്ടുവാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.